വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ പിന്നെ നൂറിനെ ആണെങ്കിൽ ഈ രാജപ്പൻ എന്ന് പറയുന്ന ആൾ വീണ്ടും ഭീഷണിപ്പെടുത്തുന്നുണ്ട്. നീ ഒരു പെണ്ണാണ്, മര്യാദയ്ക്ക് പോയി കാറിൽ കയറി, എന്നിട്ട് എല്ലാവരും കൂടി സ്ഥലം വിട്ടോ എന്ന് പറയുകയാണ്. അന്നേരം ഇല്ലെങ്കിലോ എന്നും പറഞ്ഞ് നൂറ് നിൽക്കുമ്പോൾ എങ്കിൽ പിന്നെ നീ പറഞ്ഞ പിന്നെ രക്ഷിക്കുന്ന ആണുങ്ങളുണ്ടെങ്കിൽ അങ്ങോട്ട് വിളിക്കടി, നിന്നെ ആരാണ് രക്ഷിക്കാൻ വരുന്നത് നോക്കാം എന്ന് പറഞ്ഞിട്ട് നൂറിൻ്റെ കൈക്ക് ബലമായിട്ട് ഇയാൾ പിടിക്കുന്നുണ്ട്. അന്നേരം മറ്റെല്ലാവരും മോളെ എന്നൊക്കെ വിളിക്കുമ്പോൾ അവിടെ ഒരു കാറ് വന്ന് നിൽക്കുന്നുണ്ട്. അന്നേരം ഇവരെല്ലാവരും പുറകിലേക്ക് നോക്കുമ്പോൾ അനൂപാണ് ആ കാറിൽ വരുന്നത്. അനൂപ് വേറൊരു കൂട്ടുകാരനും കൂടി വരുന്നുണ്ട്. അനൂപ് ഓടി അങ്ങോട്ട് വന്നിട്ട്, അല്ല ചേട്ടാ ഇതെന്താ പിന്നെ സ്ത്രീകൾക്കെതിരെയാണോ ഇങ്ങനത്തെയുള്ള അക്രമം എന്നൊക്കെ ചോദിക്കുമ്പോൾ, നീ ആരാ സ്ത്രീ സംരക്ഷണം എന്നൊക്കെ ചോദിക്കുമ്പോൾ, അതൊക്കെ പിന്നീട് പറയാം, ആദ്യം ചേട്ടാ ഇതൊക്കെ അങ്ങോട്ട് എടുത്ത് മാറ്റി ബ്ലോക്കൊക്കെ അങ്ങോട്ട് മാറ്റാം എന്നിങ്ങനെ അവർ തൽക്കാലം അവരും കൊണ്ട് പൊയ്ക്കോട്ടെ എന്ന് പറയുമ്പോൾ, അപ്പോൾ നീയാണല്ലേ ഇവള് പറഞ്ഞ ആണൊരുത്തൻ, മാറ്റിയില്ലെങ്കിലോ എന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് അനൂപ് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ ഇയാളാണെങ്കിൽ അനൂപിനെ ആദ്യം ഒരു വയലിലേക്കൊരു അടി അടിക്കുന്നുണ്ട്. അനൂപ് അടി കൊണ്ട് പുറകിലോട്ട് പോകുന്നുണ്ട്. പക്ഷെ പിന്നീടാണെങ്കിൽ അനൂപും കൂട്ടുകാരനും കൂടി ചേർന്ന് ഇവന്മാരെ എല്ലാത്തിനെയും അടിച്ചൊതുക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. അനൂപിന് പിന്നെ അടി കിട്ടുന്നില്ല, നന്നായിട്ട് അടി കിട്ടുന്നുണ്ട്. അടി കൊണ്ട് അവരങ്ങ് നന്നായിട്ട് വേദനിക്കുന്നുണ്ട്. അവസാനം അവർ എണീറ്റ് ഓടുകയാണ് ചെയ്യുന്നത്. അന്നേരം സത്യഭാമയും അവരുമൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത് കുറേ നേരം അടി കൂടുന്നത് കാണിക്കുന്നുണ്ട്. എന്നിട്ട് അനൂപ് പറയുന്നുണ്ട്, അവരെന്തോ പ്ലാൻ ചെയ്ത് വന്നതാണ്, നിങ്ങൾക്ക് എവിടെയാണ് പോകേണ്ടത്, ഞാൻ ഡ്രോപ്പ് ചെയ്യാം എന്നിങ്ങനെ പറഞ്ഞിട്ട് നൂറിനെ തന്നെ ഇങ്ങനെ അനൂപ് നോക്കി നിൽക്കുന്നുണ്ട്. സത്യഭാമയും നോക്കി നിൽക്കുകയാണ്. അപ്പോൾ അനൂപ് അവർ രക്ഷിക്കുന്നുണ്ട്, അവരുടെ റൂട്ട് ക്ലിയർ ആക്കുന്നുണ്ട്. അതേസമയം അവിടെ വിഷ്ണു ആണെങ്കിൽ കമലിനെ പിന്നെ മറ്റേ പപ്പൻ അഴിച്ചൊക്കെ വിടുന്നുണ്ട്. പിന്നീട് വിഷ്ണുവും കമലിനും പപ്പനും കൂടി ചേർന്നാണ് അവന്മാരെ എല്ലാവരെയും അടിക്കുന്നുണ്ട്. വിഷ്ണു നന്നായിട്ട് പെരുമാറുകയാണ്. കുറേ നേരം ഉണ്ടാകും ഫൈറ്റ് സീനാണെങ്കിൽ. ശാരദാമ്മയും ശാലിനി ഇങ്ങനെ ആകെ പേടിച്ച് നിൽക്കുകയാണ്. വിഷ്ണു ആണെങ്കിൽ കാലുകൊണ്ട് അതിലൊരുത്തനെ അങ്ങോട്ട് തറയിലിട്ട് ചവിട്ടുമ്പോൾ വിഷ്ണുവിൻ്റെ കാല് നോക്കി നന്നായിട്ട് അടിക്കുന്നുണ്ട്. അടി കൊണ്ട് വിഷ്ണു തറയിലേക്ക് ഇരിക്കുന്നുണ്ട്. അന്നേരം വിഷ്ണു ഇട്ടാന്ന് ഇങ്ങനെ ശാലിനി പെട്ടെന്ന് വിളിക്കുന്നുണ്ട്. പക്ഷേ വിഷ്ണു ആണെങ്കിൽ പെട്ടെന്ന് അവൻ്റെ ആ കഴുത്തിന് അങ്ങോട്ട് പിടിക്കുകയാണ്. അവൻ ശ്വാസം കിട്ടാതെ അങ്ങ് പെടയുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ അവന്മാരെല്ലാത്തിനെയും അടിച്ചൊതുക്കി ഒരു സ്ഥലത്തേക്ക് അങ്ങോട്ട് ഇടുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നിൻ്റെയൊക്കെ കൈയും കാലും ഓടിക്കാത്തത് പിന്നെ നിന്നോടുള്ള പേടി കൊണ്ടൊന്നുമല്ല, നിന്നോടുള്ള സഹതാപം കൊണ്ട് മാത്രമാണ്, സമയമില്ലാഞ്ഞിട്ടാണ്, നിന്നെയൊക്കെ പറഞ്ഞു വിട്ടവന്മാരുടെ അടുത്ത് ചെന്ന് പറഞ്ഞേക്ക് എന്ന് പറഞ്ഞിട്ട് പപ്പ വണ്ടി എടുത്ത് മാറ്റിടാന്ന് പറയുകയാണ്. ആ ബൈക്ക് ഇങ്ങനെ കുറുകെ വെച്ചിരിക്കുകയായിരുന്നല്ലോ. അന്നേരം പപ്പൻ ആദ്യം വണ്ടി എടുത്ത് പോകുന്നുണ്ട്. തുടർന്ന് കമല കയറിടാന്ന് പറയുന്നുണ്ട്. കമലം കയറുന്നുണ്ട്. പിന്നീട് വിഷ്ണു ആണ് ആ വണ്ടി ഡ്രൈവ് ചെയ്ത് ഇവരെയും കൊണ്ട് അവിടേക്ക് പോകുന്നത്. അവസാനം ശാലിനി പറഞ്ഞ ശേഷമാണ് വിഷ്ണുവെ തല്ലി നിർത്തുന്നത്. സമയമായി നമുക്ക് പോകണമെന്ന് പറയുമ്പോഴാണ് ഇവരെ തല്ലിയത് അവർ മതിയാക്കുന്നതൊക്കെ. തുടർന്ന് ഇരു കൂട്ടരും ആ സ്ഥലത്തേക്ക് തിരിക്കുന്നുണ്ട്. ഇതേ സമയം അവിടെയാണെങ്കിൽ ആ കോമ്പറ്റീഷൻ നടക്കുന്ന സ്ഥലത്ത് ഒരാൾ വന്ന് ഈ സാബു വർഗീസിനോടും കുറുപ്പ് സാറിനോടും പറയുന്നുണ്ട്, രേഖാസ് കിച്ചൻ താരം രേഖ മേഡം എത്തിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ എല്ലാവരും കൂടി എഴുന്നേറ്റ് വരികയാണ് ചീഫ് ഗസ്റ്റിനെ സ്വീകരിക്കാനായിട്ട്. സുസ്മിതയും ചന്ദ്രബോസും പിന്നെ രോഹിത്തും ജഗദീപും ഒക്കെ ശ്യാമയും ഒക്കെ അവിടെ ഇരിക്കുന്നേ ഉള്ളൂ. ഈ സാബു വർഗീസും കുറുപ്പ് സാറും ശ്രേയയും കൂടി വന്ന് പിന്നെ ബൊക്കെയൊക്കെ കൊടുത്ത് സ്വീകരിക്കുന്നുണ്ട്. തുടർന്ന് ആ മേഡത്തിൻ്റെ പ്രോഗ്രാം നല്ലതാണ് എന്ന് എല്ലാ മലയാളികളുടെ മനം കവർന്നു എന്നൊക്കെ പറഞ്ഞ് പ്രശംസനീയമായ ഡയലോഗൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ താങ്ക്സ് ഒക്കെ പറഞ്ഞ് തുടർന്ന് ബൊക്കെ കൊടുത്ത് സ്വീകരിക്കുമ്പോൾ അവരിങ്ങനെ അകത്തേക്ക് കയറുന്നുണ്ട്. തുടർന്ന് ഈ ശ്രേയാണെങ്കിൽ രേഖ മേഡത്തെക്കുറിച്ച് അങ്ങോട്ട് ആശംസ പ്രസംഗം എന്ന പോലെ പരിചയപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. രേഖാസ് കിച്ചൻ എന്ന ഒരൊറ്റ പ്രോഗ്രാമിലൂടെ മലയാളികളുടെ മനം കവർന്ന താരമാണെന്ന് പറഞ്ഞിട്ടും അഭിനയ പാടവത്തെക്കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. തുടർന്ന് രണ്ട് വാക്ക് സംസാരിക്കാനായിട്ട് ഈ രേഖ മേഡത്തെ ക്ഷണിക്കുകയും ചെയ്യുന്നുണ്ട്. തുടർന്ന് പാചകത്തെക്കുറിച്ചും അത് ഒരല്പം അങ്ങോട്ടോ ഇങ്ങോട്ടോ പാളിപ്പോയാൽ പിഴച്ചു പോകുന്നതാണ് പാചകം അറിയാവുന്ന നല്ലൊരു വീട്ടമ്മയായിരിക്കും, കുടുംബിനിയായിരിക്കും. അങ്ങനെ ഒരു വീട്ടമ്മയെ കണ്ടെത്തുന്ന ഈ ഒരു മത്സരത്തിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ എനിക്ക് സന്തോഷം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ തുടങ്ങിയല്ലേ ഈ പാചകമാങ്കം എന്നിങ്ങനെ ചോദിക്കുമ്പോൾ എല്ലാവരും കൈയടിക്കുന്നുണ്ട്. അതിനൊരു ആശംസാ പ്രസംഗം എന്ന പോലെ അവർ നടത്തുകയാണ്. ഇതേസമയം ശാരദാമ്മയും സത്യഭാമയും ഒക്കെ എത്തിയിട്ടില്ല. അവരിങ്ങനെ വരുന്നത് കാണിക്കുന്നേ ഉള്ളൂ. ഇതേ സമയത്താണെങ്കിൽ ചന്ദ്രബോസും രോഹിത്തും ഒക്കെ ബഹളം ഉണ്ടാക്കുന്നുണ്ട്. വന്നവരെ വെച്ച് മത്സരം തുടങ്ങാം, ഇനിയും വരാത്തവർ വീട്ടിലിരുന്ന് പാചകം ചെയ്താൽ മതി എന്നൊക്കെ ഇങ്ങനെ രോഹിത്തും ചന്ദ്രബോസും ഒക്കെ പറയുകയാണ്. അന്നേരം ഈ സാബു വർഗീസും രേഖ മേഡവും കുറുപ്പ് സാറും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. തുടർന്ന് ഈ സമ്മാനത്തുകയും പിന്നെ പാചകത്തിൻ്റെ മത്സരത്തിൻ്റെ മാനദണ്ഡങ്ങളും ഒക്കെ ശ്രേയ അവിടെ പറയുന്നുണ്ട്. 2 മണിക്കൂറാണ് ഭക്ഷണം ഉണ്ടാക്കാനുള്ള ഒരു സമയം. വിസിൽ മുഴങ്ങുന്നതിന് മുന്നേ നിങ്ങൾക്ക് ആവശ്യമുള്ള പച്ചക്കറികളൊക്കെ എടുക്കാം, പാചകത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാം, 10 ലക്ഷം രൂപയാണ്
പെണ്ണാണ് എന്നൊക്കെ വീണ്ടും വീണ്ടും ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അന്നേരമാണെങ്കിൽ സുസ്മിത ചന്ദ്രബോസിനോട് പറയുന്നുണ്ട്, അല്ല ഒരമ്മമാരെയും കണ്ടില്ലല്ലോ, ലോട്ടറി നമുക്ക് തന്നെ അടിച്ചാലോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ചന്ദ്രബോസ് പറയുന്നുണ്ട്, അപ്പോൾ ഏൽപ്പിച്ചവർ പണി നന്നായിട്ട് ചെയ്തു എന്നാണ് തോന്നുന്നത്, അല്ലാതെ ആരെയും ഇങ്ങോട്ടത്തേക്ക് കാണാനില്ലല്ലോ എന്നും പറഞ്ഞ് അവരാകെ സന്തോഷിച്ചിരിക്കുകയാണ്. പക്ഷേ ഈ ജഗദീപും പിന്നെ ശ്യാമയും ഒക്കെ ഇങ്ങനെ പുറകിലേക്ക് നോക്കി നിൽക്കുകയാണ്. ഇനി അമ്മ പങ്കെടുക്കുന്നില്ലേ എന്നൊക്കെ ശ്യാമ ഇങ്ങനെ മനസ്സിൽ സംശയം പോലെ പറയുന്നുണ്ട്. തുടർന്ന് അവിടെ മത്സരം ആരംഭിക്കുന്നുണ്ട്. പേര് വിളിക്കുന്നതനുസരിച്ച് ഓരോരുത്തരും അവരുടെ സ്ഥാനങ്ങളിലേക്ക് വന്ന് നിൽക്കണം എന്ന് പറഞ്ഞിട്ട് ആദ്യം മല്ലിക എസ് നായർ എന്ന് വിളിക്കുമ്പോൾ ഈ മല്ലിക ആ ഒരു സെറ്റ് ചെയ്ത സ്ഥലത്തേക്ക് ചെന്ന് നിൽക്കുന്നുണ്ട്. അന്നേരം ഒരു അംഗത്തിന് തയ്യാറായി തന്നെയാണ് മല്ലിക വന്ന് നിൽക്കുന്നതെന്ന് ആ മുഖം വിളിച്ചറിയിക്കുന്നുണ്ട് എന്നിങ്ങനെ പറയുമ്പോൾ മല്ലിക ആകെ സന്തോഷത്തിലാണ്. അടുത്തതായിട്ട് സുസ്മിതയെ വിളിക്കുന്നുണ്ട്. തുടർന്ന് സുസ്മിതയും ചെന്ന് നിൽക്കുന്നുണ്ട്, നമസ്കാരമൊക്കെ പറയുകയാണ്. ഇതെനിക്ക് അവകാശപ്പെട്ട വിജയം തന്നെയാണ് എന്ന മനസ്സിൽ ഉറപ്പിച്ച് തന്നെയാണ് സുസ്മിതയും വന്ന് നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ ചന്ദ്രബോസും രോഹിത്തും ഒക്കെ കൈയടിക്കുന്നുണ്ട്. പക്ഷേ ഇഷ്ടമില്ലാതെ ജഗദീപ് ഇരിക്കുകയാണ്. ശ്യാമ ആകെ ടെൻഷനിലും ഇരിക്കുന്നുണ്ട്. തുടർന്ന് അടുത്തത് കുടുംബശ്രീ ശാരദയുടെ പേര് വിളിക്കുന്നുണ്ട്. അന്നേരം അനുഭവ സമ്പത്ത് കൊണ്ട് തന്നെ പാചക രംഗത്ത് കഴിവ് തെളിയിച്ച കുടുംബശ്രീ ശാരദ എന്നിങ്ങനെ വിളിക്കുമ്പോൾ പക്ഷെ ആരും വരുന്നില്ല. അന്നേരം ഒന്നുകൂടി പേര് വിളിക്കുന്നുണ്ട്. അന്നേരമാണെങ്കിൽ ചന്ദ്രബോസ് മനസ്സിൽ കരുതുകയാണ്, തല്ലുകൊണ്ട് ഏതെങ്കിലും ആശുപത്രി കിടക്കുകയായിരിക്കും എന്നുള്ളത്. അന്നേരം സുസ്മിത ഇങ്ങനെ സന്തോഷം നിൽക്കുമ്പോൾ ജഗദീപ് സുസ്മിതയുടെ അടുത്തേക്ക് ചെന്ന് ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഒതുക്കലൊക്കെ നേരത്തെ നടത്തി അല്ലേ എന്ന്. അന്നേരം എന്താ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ സുസ്മിത ദേഷ്യപ്പെട്ട് ചോദിക്കുമ്പോൾ ജഗദീപ് പറയുന്നുണ്ട്, അല്ല തേങ്ങ ഒരുക്കുമ്പോൾ നന്നായി ഒരുക്കണം, അല്ലെങ്കിൽ പച്ച ചെവയ്ക്കും എന്ന് പറയുകയാണ്. അന്നേരം ശാരദാമ്മയുടെ കാര്യത്തിൽ പച്ചയല്ല ചുവപ്പാണ് പിന്നെ ചെവയ്ക്കുന്നത്. അത് ഞാൻ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം നേരത്തെ ഞാൻ ചെയ്തു കഴിഞ്ഞു. അല്ലെങ്കിൽ പിന്നെ ഇവർ അവിടെ മത്സരിക്കുന്നെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ വന്നത്? ഈ 10 ലക്ഷം പിന്നെ ഒരു മത്സരം വേണ്ടല്ലോ, 10 ലക്ഷം അവർക്കങ്ങ് എടുത്ത് കൊടുത്താൽ പോരെ എന്നിങ്ങനെ ചോദിച്ചിട്ട്, അല്ല ഞാനല്ലേ മത്സരിക്കുന്നത്, ഇവിടെ എന്തിനാ വായി നോക്കി നിൽക്കുന്നത്, അവിടെ എങ്ങാനും പോയിരിക്കുക എന്നിങ്ങനെ പറഞ്ഞ് സുസ്മിത ജഗദീപിനോട് ദേഷ്യപ്പെടുകയാണ്. അന്നേരം ജഗദീപ് മനസ്സിൽ കരുതുന്നുണ്ട്, ഈശ്വര ഇവള് ചെയ്യുന്ന പാവങ്ങളെല്ലാം കൂടെ നിൽക്കുന്നവർ കൂടി പകരല്ലേ എന്നിങ്ങനെ കരുതിയിട്ട് ജഗദീപ് അങ്ങ് തിരികെ പോകുന്നുണ്ട്. അന്നേരവും വീണ്ടും ഈ കുടുംബശ്രീ ശാരദാമ്മയുടെ പേര് വിളിക്കുമ്പോൾ പിന്നെ ശ്രേയ അവർ വന്നില്ലേ എന്നിങ്ങനെ സബു വർഗീസ് ചോദിക്കുന്നുണ്ട്. അന്നേരം ഈ കുറുപ്പ് സാറൊക്കെ ചിന്തിക്കുകയാണ് ശാരദാമ്മ എന്താ വരാത്തതെന്നുള്ളത്. എല്ലാവരും ഇങ്ങനെ പുറത്തേക്ക് നോക്കുന്നുണ്ട്. പക്ഷേ ഈ സമയത്ത് തന്നെ പുറത്ത് അവിടെ വിഷ്ണു വണ്ടി ഓടിച്ച് അവിടെ ആ കാർ പോർച്ചിലേക്ക് കയറുന്നുണ്ട്. അവർ എല്ലാവരും കൂടി വണ്ടിയിൽ നിന്ന് ഇറങ്ങുകയാണ്. എന്നിട്ട് താക്കോൽ പെട്ടെന്ന് കമലിൻ്റെ കയ്യിലേക്ക് എറിഞ്ഞ് കൊടുത്തിട്ട് കമലെ വണ്ടി മാറ്റിയിട്ടേരെന്ന് പറയുകയാണ്. തുടർന്ന് ശാരദാമ്മയും വിഷ്ണുവും ശാലിനിയും കൂടി ഇങ്ങനെ അകത്തേക്ക് കയറുന്നുണ്ട്. അപ്പോൾ അവിടെ ഒന്നുകൂടി പേര് വിളിക്കുകയാണ്. അപ്പോൾ ഈ ശ്രേയ ഇവരെ കാണുന്നുണ്ട്. അന്നേരം അത് ആ കുടുംബശ്രീ ശാരദ എത്തിക്കഴിഞ്ഞു എന്ന് പറയുമ്പോൾ എല്ലാവരും ഇങ്ങനെ സുസ്മിത ആണെങ്കിലൊക്കെ ആകെ ദേഷ്യപ്പെട്ടു ഇങ്ങനെ നോക്കുമ്പോൾ ശാരദാമ്മയും വിഷ്ണുവും ശാലിനിയും കൂടി കയറി വരികയാണ്. അന്നേരം വാ ശാരദാമ്മ വാ എന്നിങ്ങനെ അമ്മയെ വാ എന്നിങ്ങനെ വിളിക്കുന്നുണ്ട്. ഈ സമയത്ത് ശാരദാമ്മ അവിടെ ചെന്ന് എല്ലാവർക്കും നമസ്കാരം പറയുന്നുണ്ട്. സുസ്മിതയാണെങ്കിലും ആകെ ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ്. ചന്ദ്രബോസും അതേപോലെ നിൽക്കുന്നുണ്ട്. അന്നേരം ഈ ശാലിനി ആണെങ്കിൽ ഈ രേഖമേടം ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. എന്നിട്ട് എന്തൊക്കെ ഇങ്ങനെ ഓർക്കുന്നതായിട്ട് ആ ഒരു സീൻ കാണിക്കുന്നുണ്ട്. അന്നേരം പക്ഷേ വിഷ്ണു അകത്തേക്ക് കയറിയിട്ട് വിഷ്ണു ഇങ്ങനെ ചുറ്റും നോക്കുകയാണ്. സത്യഭാമയാണ് നോക്കുന്നത്, ശാലിനിയും അത് തന്നെയാണ് നോക്കുന്നത്. തുടർന്ന് ശ്യാമയോട് അമ്മ എവിടെയും ചോദിക്കുമ്പോൾ ശ്യാമ ആദ്യം കേൾക്കുന്നില്ല. അന്നേരം അമ്മ എവിടെയും ചോദിക്കുമ്പോൾ പിന്നെ വന്നിട്ടില്ല എന്ന് പറയുകയാണ്. അന്നേരം വന്നിട്ടില്ലേ, ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ശാലിനിയോട് പറഞ്ഞിട്ട് വിഷ്ണു ഫോണും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ഇതേസമയം സുസ്മിത ഇങ്ങനെ ആകെ ദേഷ്യത്തോടെ ശാരദാമ്മയെ നോക്കി നിൽക്കുകയാണ്. രേഖാ മേഡമാണെങ്കിൽ ശാലിനിയെ ഇങ്ങനെ ശ്രദ്ധിച്ച് ശാലിനിയെ ശാരദാമ്മയെ ഇങ്ങനെ ശ്രദ്ധിച്ച് ഇങ്ങനെ നിൽക്കുന്നു. ഇത്രയും ആകുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുന്നുണ്ട്. അപ്പോൾ ഇനി അടുത്ത സത്യഭാമയുടെ പേര് വിളിക്കും. ഇങ്ങനെ ശാരദാമ്മയുടെ പേര് വിളിക്കുന്നത് പോലെ വിളിക്കുമ്പോഴത്തേക്കും അവിടെ സത്യഭാമയും എത്തുകയാണ് ചെയ്യുന്നത്. പിന്നീടാണ് ഇനി മത്സരമൊക്കെ തുടങ്ങുന്നത്. അതൊക്കെ എന്താണെന്ന് നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.